മൊത്തം ഞാൻ 1000 മൂട് വാഴ നട്ടു. കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കൊടുക്കേണ്ട വളങ്ങളും എല്ലാം കൊടുത്ത് 5-6 വളം ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ വന്ന വാഴയാണ്. ഇതുപോലെ കഴിഞ്ഞതിനും വന്നില്ല വാഴ. നല്ല കൊലയും 6 പടല 5 പടല വന്നുകൊണ്ടാണ്. 3 മണിക്ക് ആ ഒരു കാറ്റിങ്ങോട്ട് ഭയങ്കരമായൊരു മഴയും പെയ്ത് അപ്പോഴേ അടക്കണം പോയി. 21-ാം തീയതി 3 മണിക്ക് വൈകി അസറിന്. അതുകൊണ്ട് കൊലച്ച് നിൽക്കുന്ന എല്ലാം കൊല വീണതാണ് ആ ഭാഗത്തോട്ടും. ഇതെല്ലാം അവിടെ 600 വാഴ അടുത്ത് പോയിരിക്കുകയാണ്. 600 മൂടും ഈ ഒരു കാറ്റിലാണോ? ഒറ്റ കാറ്റിൽ. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ കാറ്റിങ്ങനെ വന്ന് ഒരു പോക്ക് പോയി എല്ലാം അടിച്ചൊടിച്ച് അങ്ങ് താഴെ വരെ അങ്ങനെ പോയിരിക്കുകയാണ്. സാറിന് വന്നിട്ട് കണ്ട് എല്ലാ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയി ബ്ലോക്കിൽ നിന്ന് ആൾ വന്ന് അതെല്ലാം ഇങ്ങനെ പോയിരിക്കുകയാണ്. അത് പിന്നെ കുറേ വാഴകൾ ചാഞ്ഞ് നിൽപ്പുണ്ട് എല്ലാം അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇതെല്ലാം പലിശയ്ക്ക് എടുത്താണ് ഇത് ചെയ്തത്. ഞാനിത് പലിശയ്ക്ക് എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ്. എവിടെന്നെങ്കിലും ഒരു അടിയന്തര സഹായമായിട്ട് എത്തിയില്ലെങ്കിൽ മരണത്തിൻ്റെ വക്കിലായിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ആകെ വിഷമിച്ചിരിക്കുകയാണ്. പലിശക്കാർ വന്നും പോയി നിൽക്കുക. അവരും വന്ന് ഇതൊക്കെ കണ്ടിട്ടൊക്കെ പോയിരിക്കുകയാണ്. ഒരു സഹായമില്ല. വയലിൽ വാഴ കൃഷി കുറച്ച് പടവലം ഇട്ടിട്ടുണ്ട്. കുക്കമ്പർ കൃഷി എല്ലാം ഞാൻ പരീക്ഷിച്ച് നോക്കുന്നതാണ്. പിന്നെ മരച്ചീനിയുണ്ട്. അത് പന്നി എത്രയും കുത്തി കളഞ്ഞു. തണ്ണിമത്തനും കുറച്ച് ഞാൻ ഇട്ട് നോക്കി. അവിടെ അത് പിടിക്കും. ഞാൻ ഇപ്പം കുറഞ്ഞത് ഒരു 4 വർഷം കൊണ്ടാണ് ഇവിടെ ഇങ്ങോട്ട് വന്നത്. ഏകദേശം ഈ ഒരു കൃഷിക്ക് വേണ്ടി എത്ര രൂപ ഇപ്പം പലിശയ്ക്ക് ഞാൻ എല്ലാം കൂടെ 75,000 രൂപ പലിശയ്ക്ക് എടുത്താണ് ഈ ഇത്രയും വാഴ കൃഷി ചെയ്തത്. കുറച്ച് പൈസ എൻ്റെ കഴിഞ്ഞതിന് വാഴയുടെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അത് ഇതിലേക്ക് വിട്ട് ബാക്കി പോരാത്താണ് ഇപ്പം 75,000 രൂപ കൊടുക്കാനുണ്ട് പലിശയ്ക്ക്. ഓണത്തിന് വെട്ടാൻ വേണ്ടി എല്ലാം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കൊലച്ചതങ്ങനെ എല്ലാം റെഡിയായി നിൽക്കുകയായിരുന്നു. ഈ പ്രാവശ്യം ഓണം ചിങ്ങമാസം ലാസ്റ്റാണ്. അത് കണക്കാക്കി നട്ടതാണ്. ആ കട പുഷ്ടിയായിട്ട് വന്ന് തോട്ടീന്ന് വെള്ളം ഡെയിലി മോട്ടോർ വെച്ച് അടിച്ച് ഈ തോട്ടീന്ന് വെള്ളം അടിച്ചാണ് കൃഷി ചെയ്യുന്നത്. ഓസിട്ട് ഓസ് കാരണം ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ ഇനി അറ്റം വരെ വലുത്താണ് നടുന്നത്. അടിച്ച് മറിച്ചത്. വന്ന് നോക്കുമ്പോൾ ഇതാണ്. അതിൻ്റെ അവിടെയൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ ഉണ്ട്. മുഹമ്മദ് ഇസ്മായിൽ എന്നാണ് എൻ്റെ പേര്. താമസിക്കുന്നത് കൈതോട് വെള്ളരി നിലമേൽ പഞ്ചായത്താണ്. നിലമേൽ പഞ്ചായത്ത് 2-ാം വാർഡ് ആണ്. വാർഡിൽ എൻ്റെ പേര് മുഹമ്മദ് ഇസ്മായിൽ. വെള്ളരി പാലത്തിന് താഴെ.